ഇന്ന് നമുക്ക് ഒരു പോർക്കും കായും പെരട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ വരട്ടിയതെന്നും പറയാം. നല്ല നാടൻ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കിലോ പോർക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും കുരുമുളക് പൊടിയും നുള്ളു ഗരം മസാലയും ഇട്ടിട്ട് ഒരു 3 വിസിലടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് ചൂടായപ്പോൾ ഞാനൊരു മിക്സിയിലേക്ക് ഒരു 3-4-5 ചുവന്നുള്ളി, ഒരു കുടം വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു കഷ്ണം ഒരു പച്ചമുളക്, കുറച്ച് പെരുംജീരകം, കുറച്ച് കറിവേപ്പിൻ്റെ ഇല, ഇതെല്ലാം ഇട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി, ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, പെരുംജീരകം, കറിവേപ്പിൻ്റെ ഇല ഇട്ട് ക്രഷ് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് ഒരു പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്കായ ഞാനൊന്ന് ചതച്ചിട്ടുണ്ട്. ഇതൊന്ന് കഴുകിയിട്ട് വേണം നമുക്ക് ഇടാനായിട്ട് കേട്ടോ. ഇങ്ങനത്തെ സ്പൈസസ് എടുക്കുമ്പോൾ നമ്മൾ ഒന്ന് കഴുകണം. ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി മൊരിയിച്ചെടുക്കണം. നന്നായി വഴണ്ട് വരണം. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ മതിയാവും കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് 2 ചെറിയ സബോള, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പിൻ്റെ ഇല അതുകൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ പോർക്കും കായും വരട്ടിയത് കഴിക്കാനായിട്ട്. സബോള, പച്ചമുളക് ഇട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഓൾറെഡി ഞാൻ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി പോർക്ക് വേവിച്ചപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. തീ ഒന്ന് കുറച്ച് വെക്കണം. ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഗരം മസാല, ഇതിൽ ഞാൻ മല്ലിപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ. നന്നായിട്ട് പച്ചമണം പോണ വരയ്ക്കും വഴറ്റിയെടുക്കാം. നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. നല്ലോണം ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പച്ചമണം ഉണ്ടെങ്കിൽ ഇറച്ചിയുടെ ടേസ്റ്റ് പോവും. അപ്പം ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ പോരായി ഉണ്ടായിരുന്നു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് ഒരു പകുതി തക്കാളി കേട്ടോ, ചെറിയൊരു തക്കാളി ആയിരുന്നു, അധികം തക്കാളിയുടെ ആവശ്യമില്ല. അതിട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ മസാലാസ് എല്ലാം നന്നായിട്ട് മൂത്ത് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പോർക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പോർക്ക് ഇതിലിട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് തീ സിമ്മിലിട്ടിട്ട് മൂടി വെച്ച് ഒന്ന് വേവിക്കണം. അതിലെ മസാലയൊക്കെ പിടിക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഞാനൊരു 2 കായ ഇതുപോലെ കഴുകി നുറുക്കി നന്നായി കഴുകിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ പോർക്ക് വേവിച്ച് വെച്ചിട്ടില്ലേ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 2 വിസിലടുപ്പിച്ചിട്ട് വിസിൽ കളയാം. അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ പോർക്ക് ഈ സിമ്മിലിടണം. കായ 2 വിസിലടുപ്പിച്ച് ഞാൻ വിസിൽ കളഞ്ഞു കേട്ടോ. ഇനി ഇതെടുത്ത് നമുക്ക് ഈ പോർക്കിലേക്ക് ഇടണം. പിന്നെ ഞാൻ
ഈ വെള്ളം എടുക്കാറില്ലേ പോർക്ക് വേവിച്ചതിൻ്റെ അതിൽ കഷ്ണം വേവിക്കും എന്നിട്ട് ഈ വെള്ളം കളയണം കേട്ടോ പതിവ്. അല്ലെങ്കിൽ പോർക്കിൻ്റെ ഒരു സ്മെല്ല് വരും. കാരണം ഞാൻ ഫസ്റ്റത്തെ വെള്ളം കളയും. ഞാൻ കായിട്ട് കൊടുത്ത് നന്നായി ഇളക്കി ഈ സമയത്ത് ഉപ്പ് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായി ഇളക്കി അതുപോലെ യോജിപ്പിച്ചിട്ട് തീ സിമ്മിലിട്ടിട്ട് മൂടി വെച്ച് കുറച്ചും കൂടി നേരം വെക്കണം. പോർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം അല്ലേ. ചട്ടിയിൽ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇറച്ചിക്കറിയൊക്കെ ഇപ്പം ഇങ്ങനെ ഏതാനും ചട്ടിയിലാണ് വെക്കുന്നത്. നമ്മളിതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ തട്ടിപ്പൊത്തി വെക്കണം. എന്നാലാണ് നന്നായിട്ട് ഈ ഇറച്ചിയിലേക്കും കായലിലേക്കും ഒക്കെ മസാല ഒക്കെ പിടിക്കുള്ളൂ. ഇനി ഒരു 1-2 മിനിറ്റ് മതിയാവും കേട്ടോ. ഒന്നും കൂടി നമുക്ക് മൂടി. ഞാനൊരു ഇതുപോലത്തെ ഒരു ഇത് മേടിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഈ കയ്യിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഗ്യാസ് അടുപ്പൊക്കെ വെക്കണ്ടേ. അപ്പോൾ അതിന് പകരമായിട്ട് ഇത് ഇങ്ങനത്തെ അതിൽ വയ്ക്കാം. 46 രൂപയുള്ളൂ കേട്ടോ. ഞാനത് ഞങ്ങളുടെ ഇരിഞ്ഞാലക്കുട മൂലൻസിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ പോർക്കും കായും റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഒന്നിനോടൊന്ന് തൊടാണ്ട് നല്ല ടേസ്റ്റായിട്ടുള്ള പോർക്കും കായും വരട്ടിയത്. നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയൊക്കെ തിന്നാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട സ്റ്റൈൽ പോർക്കും കായും വരട്ടിയത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.